ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് ഋഷികേശിലാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ഋഷികേശിൻ്റെ കാഴ്ചകൾ കിടക്കാം. ഞാനിപ്പോൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിലാണുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങിയതാണ്. ഈ ഹോട്ടലിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഋഷികേശ് ബസ് സ്റ്റാൻഡാണ്. ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നേരെ മുന്നിൽ ഒരെണ്ണം കാണുന്നുണ്ട്. കുട്ടീർ രസോയി. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ കയറാമെന്ന് കരുതുന്നു. രാവിലെ ആലു പൊറോട്ട കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഒരു പ്ലേറ്റ് 70 രൂപയാണ്. അങ്ങനെ ചൂട് ആലു പൊറോട്ട എത്തിയിട്ടുണ്ട്. ആലു പൊറോട്ടയും കറിയും. ഇവിടെ നിന്നാണ് ഫുഡ് കഴിച്ച്. കുട്ടീർ രസോയി. നല്ല അടിപൊളി പൊറോട്ടയായിരുന്നു. ചൂടുവെള്ളം വേണമെന്ന് പറഞ്ഞ് അവരുണ്ടാക്കി തന്നു. ഇതാണ് ഋഷികേശ് ബസ് സ്റ്റാൻഡിൻ്റെ മുന്നിലെ കാഴ്ചകളാണ് ഈ കാണുന്നത്. ഋഷികേശ് ബസ് സ്റ്റാൻഡ്. ലോക്കൽ വണ്ടികൾ പോകുന്നത് എവിടെ നിന്നാണ്. UPയുടെ ഒരു വണ്ടി പോകുന്നുണ്ട് ഡൽഹിക്ക്. ഞാനങ്ങനെ ഷെയർ ഓട്ടോയിൽ ജാനകി ചൂളയിലേക്ക് പോവാണ് കറങ്ങാനായിട്ട്. ഇതാണ് ഓട്ടോ. ഇതിനകത്ത് എനിക്ക് തോന്നുന്നൊരു കുറേ പേരെ കുത്തിക്കയറ്റും. നമ്മുടെ നാട്ടിലെ പോലല്ല, ഓപ്പോസിറ്റ് സീറ്റൊക്കെ ഉണ്ട്. വണ്ടിയുടെ ഒരു ഇത് കണ്ടോളൂ, എത്ര പേരുണ്ടെന്ന് കണ്ട. ഞങ്ങൾ ഈ വണ്ടിയിലേക്ക് പോവാണ്. ISBC ബസ് സ്റ്റാൻഡാണിത്. കാണുന്ന വഴി ജാനകി ചൂലയിലേക്കുള്ള വഴിയാണ്. ജൂല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലം. ജാനകി ചൂലയിലേക്കുള്ള വഴിയാണ്. ഇവിടെ ഒരു അമ്പലമുണ്ട്, മധുബൻ ആശ്രമം. ഇവിടെ ഒരു നല്ലൊരു അമ്പലമുണ്ട്, മധുബൻ ആശ്രമം. നല്ല തിരക്കുണ്ട് ജാനകി ചൂലയിൽ. പ്രത്യേകിച്ച് കാവടുകളുടെ സമയമാണ്, അപ്പോൾ അത് കാരണം നല്ല തിരക്കുണ്ട്. കാണുന്ന കാവടുകളുടെ തിരക്കാണ്. ഈ കാവ്യം കൊണ്ടെടുത്തുള്ളവരെല്ലാം ശിവന്റെ അമ്പലത്തിൽ പോകുന്ന ആൾക്കാരാണ്. ഈ കാണുന്ന കാവട് യാത്രയുടെ ആൾക്കാരാണ്. ഇത് മുഴുവൻ ബൈക്കിൽ വന്ന ആൾക്കാരാണ്. ശ്രദ്ധിച്ച് എത്ര ബൈക്കുണ്ടെന്ന്. ഇവരിവിടെ വന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് ഇവിടെ മേളിലൊരു അമ്പലമുണ്ട്. അതല്ലെന്നുണ്ടെങ്കിൽ കേദാർനാഥിൽ കൊണ്ട് അഭിഷേകം ചെയ്യും. അങ്ങനെ ജാനകി ചൂലയിലോട്ട് കയറുകയാണ്. ഇത് തൂക്കുപാലമാണ്. ചൂല എന്ന് പറഞ്ഞാൽ പാലം. അപ്പോൾ ഒരു പാലത്തിലോട്ട് കയറുകയാണ്. ഇത് പുതിയതായിട്ട് പണി കഴിപ്പിച്ചാണ്. ഇത് 3ാമത്തെ തൂക്കുപാലമാണ് ഇവിടെ. ഒരെണ്ണം ഡാം ചൂള, ഒരെണ്ണം ലക്ഷ്മൺ ചൂള, ഇത് ജാനകി ചൂള. ഗംഗാ നദിയുടെ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ജാനകി ചൂളയുടെ വ്യൂ ആണ്. ഫുൾ ഫ്രെയിമിൽ ജാനകി ചൂള. ഗംഗാ നദിയുടെ വ്യൂ ആണ്. അപ്പുറത്ത് അടുത്ത പാലം കാണാം. ജാനകി ചൂലയാണ് നിങ്ങൾ കാണുന്നത്. ജാനകി ചൂല നമ്മളതിൻ്റെ അവസാനം എത്തിയിട്ടുണ്ട്. ജാനകി ചൂലയുടെ റാം കദം എന്ന് പറയുന്ന ഘാട്ടിലെ ദൃശ്യമാണ്. ഗംഗാനദി നല്ല സ്പീഡിലാണ് ഒഴുകുന്നത്. അങ്ങനെ ഞാൻ പരമാത്മ നികേതൻ അതിൻ്റെ മുന്നത്തെ ഘാട്ടിലെത്തി. ഇത് ആശ്രമമാണ് ഫ്രണ്ടിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ ഘാട്ടിലോട്ട് പോവാം. ഇതാണ് പരമാത്മ നികേതൻ ഘാട്ട്. പരമാത്മ നികേതൻ ഘാട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പരമാത്മ നികേതൻ ഘാട്ടാണ്. ഘാട്ടിലുള്ള ഹനുമാൻജിയുടെ സ്റ്റാച്ചു ആണ്. അവിടെ യാത്രക്കാരെല്ലാം ശ്രമിക്കുന്നുണ്ട്. ഇവിടെ ഇതാണ് പരമാത്മ നികേതൻ ഘാട്ട്. പരമാത്മ നികേതൻ ആശ്രമമാണ് കാണുന്നത്. ആശ്രമത്തിനകത്തെ വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
പരമാത്മ നികേതൻ. വലിയ ചന്ദനത്തിരിയുണ്ട്. ഇത് ഋഷികേശിലുള്ള ഫേമസ് ഗീതാ ഭവനാണ്. ഗീതാ ഭവൻ ആശ്രമം. റാം ചൂലയാണ് നിങ്ങൾ കാണുന്നത്. റാം ചൂല. ഇങ്ങനെ നടന്ന് റാം ചൂലയുടെ അവിടം വരെ എത്തി. ഇങ്ങനെ റാം ചൂലയുടെ കാഴ്ചകളിലോട്ട് പോവാം. മെയിൻ അട്രാക്ഷനായ പപ്പടം, ചൂട് പപ്പടം ചുട്ടെടുക്കുന്നു. റാം ചൂല. അപ്പോൾ ഇവിടം വരെ വന്നിട്ട് ചോട്ടിവാലയുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോവാം. ഇവിടുത്തെ ഒരു ഫേമസ് റെസ്റ്റോറൻ്റാണ് ചോട്ടിവാല. നമുക്കത് കാണാം. ചോട്ടിവാല. ഇവിടെ 2 ചോട്ടിവാലയുണ്ട്. ഇതിലൊന്നാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ചോട്ടിവാല. ഞാനിവിടെ കയറി ഭക്ഷണം കഴിക്കാനായിട്ട് പോവാണ്. ദോശ കഴിക്കാനായിട്ട് പോവാണ് ചോട്ടിവാലയുടേത്. ഇങ്ങനെ ചോട്ടിവാലയുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ഓർഡർ ചെയ്തു. ഒരു ചോല ഭട്ടൂര ഓർഡർ ചെയ്തു. അങ്ങനെ ചോല ഭട്ടൂര വന്നു. പണ്ട് കണ്ടിരുന്ന ബോട്ടാണ്. ഇത്തിരി കാലം കൂടെ കാണുകയാണ്. തിരിച്ചങ്ങനെ റൂമിലേക്ക് പോവാണ്. എനിക്കൊരു ജലദോഷം അടിച്ചത് കാരണം ഒരു ഫ്രഷ്നെസ് തോന്നില്ല. എന്തോ ഒരു വല്ലായ്മ. അപ്പോൾ അതുകൊണ്ട് തിരിച്ച് റൂമിലേക്ക് പോവാണ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആധ്യാത്മിക പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്യുന്ന ഗീത പ്രസ്സിൻ്റെ ബുക്ക് സ്റ്റാളാണ് നിങ്ങൾ കാണുന്നത്. ഗീത പ്രസ് ആൻഡ് ബുക്ക് ഡിപ്പോ ഗോരഖ്പൂറുള്ളതാണ്. ഇവരാണ് ഏറ്റവും കൂടുതൽ ആധ്യാത്മിക ബുക്കുകൾ ഇന്ത്യയിൽ പ്രിൻ്റ് ചെയ്യുന്നതും പബ്ലിഷ് ചെയ്യുന്നതും. പരമാത്മ നികേതൻ ഘാട്ട്. ഇനി ഗംഗാരതിക്ക് വേണ്ടി എല്ലാം ഒഴിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ ഗംഗാരതിയാണ് ഇത് കഴിഞ്ഞിട്ട്, കുറേ കഴിഞ്ഞിട്ട്. അതിനുവേണ്ടി എല്ലാം കാലി ചെയ്തു. ജാനകി ചൂലയുടെ എൻട്രൻസ് ആണിത്. ഇവിടെ നിന്നാണ് നീലകണ്ഠ മഹാദേവ് അമ്പലത്തിലേക്ക് നടന്നു പോകുന്ന വഴിയാണിത്. ഇതിലെ കൂടെ മല കയറിയാണ് നീലകണ്ഠ മഹാദേവ് ടെമ്പിളിലേക്ക് പോകുന്നത്. ജാനകി ചൂല കൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരിച്ചു പോവാണ്. ഇതാണ് ജാനകി ചൂള. ऋषि मुनियों की योग नगरी में आपका हार्दिक स्वागत है. ഇങ്ങനെ ത്രിവേണി ഘാട്ടിലെത്തിയിട്ടുണ്ട്. ഇതുമായിട്ട് ആരതി ഇവിടെ കാണാമെന്ന് വിചാരിച്ചാണ്. ഇതാണ് ത്രിവേണി ഘാട്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ത്രിവേണി ഘാട്ട്. ത്രിവേണി ഘാട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഋഷികേശിലെ ത്രിവേണി ഘാട്ട്. ഞാനപ്പോൾ ഇന്ന് ഇവിടുത്തെ ആരതി കാണാനാണ് വന്നിരിക്കുന്നത്. ആദ്യം ഗംഗാജലം കളക്ട് ചെയ്യണം. കുറച്ച് മുന്നോട്ട് പോയിട്ട് വേണം ഗംഗാജലം കളക്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി പോവാണ്. ഞാനങ്ങനെ ഇപ്പോൾ ഉള്ളത് ത്രിവേണിഘാട്ടിലാണ്. ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലമാണ്. ഇവിടെ ഗംഗയിൽ ഒഴുക്കാനായിട്ട് പൂക്കൾ, ചന്ദനത്തിരി ഇത് കത്തിച്ചിട്ട് ഒഴുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന സാധനമാണിത്. ത്രിവേണിഘാട്ടിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ത്രിവേണിഘാട്ട്. സന്ധ്യ ആരതിയുടെ സമയമായി വരുന്നുണ്ട്. അവിടെ ഭജന നടക്കുന്നുണ്ട്. അങ്ങനെ ഋഷികേശിലെ കാഴ്ചകൾ അവസാനിക്കുന്നില്ല. തൽക്കാലം വിടാം. ഋഷികേശിൽ നിന്നും നാളെ ഞാൻ ഇവിടെ നിന്ന് തിരിക്കും. അതുവരേക്കും ബൈ ബൈ.